പോക്കറ്റ് മണിക്ക് വേണ്ടി അണ്ടദാനം നടത്താനും മടിയില്ലാത്ത ഒരു തലമുറ നമുക്കിടയിലുണ്ട്. ഒരു വശത്ത് പണമെന്ന പ്രലോഭനവും മറുവശത്ത് എഗ് കളക്ഷൻ പ്രൊസീജിയറിന്റെ നിസ്സാരതയും. സാധാരണഗതിയിൽ 25 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളതും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുമായ ഡോണറിനെ രജിസ്റ്റേർഡ് എഗ് ഡോണർ ഏജൻസി വഴിയാണ് IVF ചികിത്സയ്ക്കായി സ്വീകരിക്കുക. നമുക്കറിയാം, പുറമേ നിയമവിധേയമെന്ന് തോന്നിക്കുന്ന പല സ്ഥാപനങ്ങളും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെന്നത്. ഇവിടെയാണ് പോക്കറ്റ് മണിയും അല്ലറ ചില്ലറ അധിക ചിലവുകളുമായി നടക്കുന്ന 25 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ആകർഷിതരാകുന്നത്. മയക്കുമരുന്നുകളുടെ പിടിയിലമർന്ന പെൺകുട്ടികളുടെയും പിടിവള്ളികളിലൊന്നാണ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന എഗ് ഡോണർ ഏജൻസികൾ. ബ്ലഡ് ടെസ്റ്റുകൾ, സ്കാനിംഗ്, ദിവസങ്ങളോളമുള്ള ഇഞ്ചക്ഷനുകൾ, അനസ്തേഷ്യ തുടർന്നുള്ള എഗ് കളക്ഷൻ എന്നിവയാണ് പ്രൊസീജിയർ. ഒരു സമയത്ത് തന്നെ 11ഓളം അണ്ടങ്ങളാണ് കളക്ട് ചെയ്യപ്പെടുക. ഇവ പുരുഷ ബീജവുമായി ചേർത്ത് ഭ്രൂണമാക്കി 1-2 ഭ്രൂണങ്ങൾ സ്വീകർത്താവായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും ബാക്കിയുള്ള മനുഷ്യജീവനുകൾ നശിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അണ്ടദാനം കുട്ടിക്കളിയല്ല. തുടരെ ഓവം ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. അതേപോലെ തന്നെ അണ്ടബീജ സങ്കലനം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മനുഷ്യജീവൻ ആരംഭിക്കുന്നുവെന്ന് വൈദ്യശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. സ്വാഭാവിക മരണം സംഭവിക്കുന്നതുവരെ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട എല്ലാ മര്യാദകളും ആ ജീവന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.